കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. ഇന്നത്തെ കളപ്പ ചാർത്ത് കണ്ട് നല്ല സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കുറുമ്പിപ്പൈക്കുട്ടീൻ്റെ മുകളിലതാ പൊന്നുണ്ണിക്കണ്ണം കയറി വെണ്ണെടുത്ത് കഴിക്കുന്നത്. അങ്ങനെ രൂപത്തിലാണ് ചാർത്തിക്കുന്നത്. പൊട്ടക്കൊഴി ഭാവദാസോയ്ക്കനാ ചാർത്തിരിക്കുന്നത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ചന്ദനം കൊണ്ടാണ് കുറുമ്പിപ്പൈക്കുട്ടീനെ ചാർത്തിരിക്കുന്നത്. അതിങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ട് വാലൊക്കെ പൊക്കിയാണ് കുറുമ്പ് കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ പൈക്കുട്ടീൻ്റെ മുകളിൽ പൊന്നുണ്ണിക്കണ്ണം കയറി നിൽക്കണതാ. പൊന്നുണ്ണിക്കണ്ണം കയറി നിന്നിട്ട് ഇടത്തെ ഭാഗത്ത് വെണ്ണക്കുടം തൂങ്ങി കിടക്കുന്നുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണയും പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ച കക്ഷത്തിൽ ഓടക്കോഴിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കയറി നിൽക്കുന്നത്. കാലുമല ആ പൊന്തളകൾ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. നല്ല ഒരു വികൃതി കുട്ടനെ പോലെയാണ് കയറി നിന്നിട്ട് ആ വെണ്ണ കട്ട് തിന്നണത്. യശോദമ്മ ഒരു നാൾ മുമ്പ് വെണ്ണ വാരി തിന്നണം എന്നുള്ള ആ വികൃതിയോട് കൂടി കുമ്പേൻ്റെ മുകളിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. മാറത്തും ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് ആ വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കണ്ണനെ കണ്ടാൽ നല്ല സന്തോഷവും നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ ഭാഗത്തുള്ള ആ വെണ്ണക്കുടത്തിൻ്റെ മുകളിലാണ് ഇടത്തെ കൈ. വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്. കക്ഷത്ത് ഓടക്കോഴിലുണ്ട്. അങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണം നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. മുന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ ആ 2 തിരുമുടിമാലകളാണ്. ഒന്ന് അന്ത്യാർ വട്ടത്തിൻ്റെ വെളുത്ത തിരുമുടിമാല, മറ്റൊരു അന്ത്യാർ വട്ടം തുളസിപ്പൂവും കലർന്നില്ല. അങ്ങനെ 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട്. അവർ കഴുത്തിലുള്ള ഉണ്ടമാല അതിഗംഭീരമായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാലയാണ്. താഴത്തെ തുളസിപ്പൂ കൊണ്ട് പറഞ്ഞിട്ടല്ലേ. ആ വെളുത്ത പൂവിൻ്റെ ഇടയിലൊക്കെ ചുവന്ന കുത്ത് തെച്ചിപ്പൂ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. പൊന്നുണ്ണിക്കണ്ണ കണ്ണൻ നല്ല ഭംഗിയുണ്ട് ആ മാല. ആ കുറുമ്പി പശുവിൻ്റെ കഴുത്തിൻ്റെ മുകളിലുണ്ട് വെളുത്ത പൊട്ട് പോലെ മാല വെച്ചിരിക്കണത്. അതും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് 2 മാലകൾ വിധാനമായിട്ട് വെച്ചിട്ടുണ്ട്. അത് വനമാല, തെച്ചിയും തുളസിയും കലർന്ന് നല്ലോണം തെച്ചി അതിൻ്റെ ഇടയിൽ കുറേശ്ശെ തുളസിയായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ വിധാനമായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. ഉച്ചപ്പൂജയുടെ അലങ്കാരങ്ങളൊക്കെ എന്നും ഭംഗിയായിക്കൊണ്ട് നമ്മളെ മനസ്സിന് സന്തോഷമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാർത്തിയിരിക്കുന്നത്. അത്ര ഭംഗിയായിട്ട് ആ 2 തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ വെണ്ണ വാരി കഴിക്കാനുള്ള ഭാഗത്തിൽ കക്ഷത്ത് ഓടക്കോയിലും വെച്ച് നിൽക്കണം. ആ പൊന്നുണ്ണിക്കണ്ണനെ സ്മരിച്ചോളും എല്ലാവരും. നല്ല സന്തോഷമാവും നമുക്ക്. അത്ര ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. നാരായണ നിന്നാമമെന്നാവിനു പാൽക്കുഴമ്പ്, നിൻ കേളിയൻ കാതിനു കർണപൂരം, നിൻ നീലിമാവഞ്ഞനമൻ വിഴിക്ക് നീയാണു സർവസ്വം എനിക്ക് കൃഷ്ണ. ഈ കണ്ണൻ്റെ കളികളൊക്കെ നമുക്ക് സന്തോഷം. അതൊക്കെയല്ലേ ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനത്തെ ആ രൂപത്തിൽ ചാർത്തിരിക്കണം. ആ രൂപം മനസ്സിലെല്ലാവരും വിചാരിക്കുക. ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല സന്തോഷമാണ്. ആ കുറുമ്പി പശുവിൻ്റെ പൈക്കുട്ടിയുടെ മുകളിൽ കയറി നിൽക്കണം. ആ കുറുമ്പൻ കണ്ണൻ്റെ ആ തൃപ്പാദം മുറുകെ പിടിക്കാൻ നമുക്ക് ഉറക്ക നാമം ജപിക്കല്ലേ. നാരായണ 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 നാരായണ. കൃഷ്ണ കൈവടിയരുതേ. നാരായണ 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 ഹരേ ഹരേ. ഇതിനെന്താ പറയാ, ആ ഭക്തി മാത്രം ഞാൻ കണ്ടു. അതെ, ഭക്തി സാന്ദ്രമായ ഒരു അനുഭവമായിരുന്നു അത്. ഒരു എത്ര കാലേ മോഹിനിയാട്ടം പഠിക്കുന്നു? മോഹിനിയാട്ടം പഠിച്ചു തുടങ്ങിയിട്ട് 4 വർഷമാവുള്ളൂ. അത്രയായിട്ടു. എന്നിട്ടും ഇത്രയും സ്വയച്ഛമാക്കിയിട്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, സ്വന്തം മനസ്സിന്റെ ഉള്ളിലെ കൃഷ്ണന്റെ ചൈതന്യത്തിന്റെ ഒരു പ്രകാശമായിരുന്നു ആ പുറത്ത് വന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശരിക്കും. ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു കാര്യം കേൾക്കുന്നതും ആദ്യമായിട്ടാണ്. ഇങ്ങനെ നേരിട്ട് ഇത്ര അടുത്ത് നിന്ന് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. കൃഷ്ണ ജയന്തിക്ക് കണ്ണനെ കാണാൻ അവിടെ ഗുരുവായൂർ പോകാൻ പറ്റാത്തവർക്ക് ഈ പെർഫോമൻസ് ഒരു അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും. എന്തായാലും ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനമുണ്ട്. അത് ചേച്ചി തരും.